ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഇത് ജിയോയുടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ. ആ സാറിന് 8845 ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിലെ പ്ലാനിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു. സാർ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറല്ലേ? അതെ. സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പറിലുകൊണ്ടാണോ? അല്ല, ഇത് എത്ര പൈസ ഇപ്പൊ റീചാർജ് ചെയ്യേ? എങ്ങനെയാ സാർ, ഏതാ പ്ലാൻ ഒരു ഉദ്ദേശിക്കുന്നത്? മാസത്തേക്ക് എത്ര പൈസ? നെറ്റും കോളും കൂടിയാണോ സാർ? അതെ. നെറ്റും കോളും കൂടെ ഒരു മാസത്തേക്ക് 209 ആണ്. 209. എത്ര മാസത്തെ? അത് 22 ദിവസത്തേക്കാണ് സാർ. ആകെ വന്നു. ഇപ്പൊ എല്ലാരും നിങ്ങൾ റേറ്റ് കൂട്ടിയില്ലേ? സാധനത്തിന് എല്ലാരും റേറ്റ് കൂട്ടി റീചാർജിന്റെ ഇല്ലേ? ആ നമ്മളെ പോലത്തെ പാവപ്പെട്ടവന് താങ്ങാൻ കഴിയണ്ടേ? ഇതെല്ലാം കൂടി നോക്കണ്ടേ? ഒരു കണക്കിന് നോക്കുമ്പോ പണി കുറവ്, മഴക്കാലത്ത് പണിയില്ല. പിന്നെ നോക്കുമ്പോ സാധനത്തിനുള്ള വില കൂടുതൽ. അതിലിടക്ക് നിങ്ങൾ ഈ മാസത്തിൽ ഈ റീചാർജ് ചെയ്യുന്ന ഒരു വർഷം ഒരു പുറക്ക് നമ്മളിപ്പോ 3 ആളെ പോറ്റണോ റീചാർജിന്? ഓരോരോ മാസം ഇങ്ങനെ നിങ്ങൾ പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായിന്റെ മംഗലം കഴിഞ്ഞാൽ നമ്മക്ക് തന്നെ തോന്നിയില്ലേ? ചങ്ങായിന്റെ മോന്റെ മംഗലം കഴിഞ്ഞാൽ അതോടെ തീർന്നു, പണ്ടാറടങ്ങി. അതിനുശേഷം എല്ലാരും വില കൂട്ടി ഇല്ലേ? അതെ സാർ. ഇനിയിപ്പോ അടുത്ത മംഗലായിട്ടുണ്ടോ? അറിയില്ല സാർ, ഇതുവരെ ഒന്നും അറിയില്ല. ഇനിയിപ്പോ ഓന്റെ ഭാര്യ പ്രസവിക്കുന്നത് 4 കെട്ട് 4 കെട്ട് 5 കെട്ട് 6 കെട്ട് ഇനി പണ്ടാറടങ്ങി തന്നെ. ഇത് നമ്മളെ പോലത്തെ ആണ്ടത്. ശരിയാണ് സാർ. ഇത് ആ ചങ്ങായിക്ക് തിരിവില്ല. ഓരെന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും വേണ്ട സെറ്റപ്പായിട്ട് അടിച്ചു പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നവനല്ലേ. നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും, കടവും ഉണ്ടാവും, കക്കടം ഉണ്ടാവും, പണിയും ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് പിള്ളേർ കാര്യന്നുണ്ടാവും. അവർക്ക് അവൻ നോക്കണോ? ആശുപത്രി പോകുമ്പോ അവൻ നോക്കണോ? അവർക്ക് അവൊന്നും നോക്കണ്ട. ഉണ്ടാ നമ്മളെ പോത്തോടെ എന്താക്കും? അതിലിടക്ക് ഈ ചങ്ങായി എടുത്ത് റീചാർജിന്റെ പൈസ കൂട്ടിക്കളി പോ പണ്ടാറടങ്ങി. സാർ ഇത് നോക്കി നിങ്ങളെല്ലാം കൂടിയിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് പരിപാടി ആക്കല്ലാന്നെല്ലാം പറയ്. നമ്മൾ ഓഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ. ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ ഒരു എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ പോത്തോ ജീവിക്കണ്ടേ? എനിക്കറിയാം സാർ, എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകള്. അതുകൊണ്ട് തന്നെയാ ഇവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ ഇടക്കിടക്ക്. എന്നാ ചങ്ങായി ചെറുതായിട്ട് മംഗലയിക്കാൻ വേണ്ടി പറയും. അതില്ല, വലിയ ആഡംബരാക്കിട്ട് പണ്ടാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് മറ്റേ എവിടെയോ കറക്കുള്ളവരെല്ലാം പിടിച്ചിട്ട് അത് കൊണ്ടാട്ട് ഓർക്കെല്ലാം പൈസ കൊടുക്കണ്ടേ? എന്നിട്ട് പൈസ നമ്മളെ പോത്ത പാവപ്പെട്ടവരൊന്ന് ഊറ്റിയ നമ്മള് ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളമില്ല വേത്ത ആ കോലത്തിലുള്ളിപ്പോ. ഓക്കെ സാർ, നോക്കി ചെയ്യും സാർ. പൈസ വെക്കാൻ പറയാം, നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊക്കെ കട്ടാക്കിയൊക്കെ ജീവിതം പോയിപ്പോ. ഇല്ല സാർ, കട്ടാക്കുവാണെങ്കിൽ പറയും സാർ. ഓക്കെ, താങ്ക് യു.